അങ്ങനെ സ്വരമോളുമായി നമ്മൾ വന്നിരിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ വല്ലാർപാടം ബസിലിക്ക മാതാവിൻ്റെ അടുത്താണ്. ഇവിടുത്തെ അത്ഭുതകരമായ കഥകൾ പറയാനാണെങ്കിൽ നിരവധി അനവധി അനുഭവ സമ്പത്തുകളാൽ സമ്പുഷ്ടമാണ് ഈ ദേവാലയം. ജാതിമത ഭേദമന്യേ നിരവധി അനവധി വിശ്വാസികൾ വിവിധ ദേശങ്ങളിൽ നിന്നും ദിനവും സന്ദർശിക്കുന്ന ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് വല്ലാർപാടം ബസിലിക്ക. 2004 ഡിസംബർ 1 ജോൺ പോൾ മാർപ്പാപ്പ രണ്ടാമൻ വല്ലാർപാടം പള്ളിയെ ബസിലിക്കയായി ഉയർത്തിയത്. കൂടാതെ ഈ ദേവാലയത്തിന് കേന്ദ്ര സർക്കാർ ദേശീയ തീർത്ഥാടന കേന്ദ്രമെന്നും കേരള സർക്കാർ വിനോദസഞ്ചാര കേന്ദ്രമെന്നും പദവികൾ നൽകിയിട്ടുണ്ട്. എന്നാൽ കൊച്ചിക്കാരെ സംബന്ധിച്ചത് അവരുടെ വിശ്വാസത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും പ്രതീകമാണ് വിമോചനനാഥ എന്നറിയപ്പെടുന്ന പരിശുദ്ധ മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയം. അതുകൊണ്ട് തന്നെ കൂടുതൽ മത്സ്യബന്ധനം ഉപജീവനമാക്കിയ കൊച്ചിക്കാർ മത്സ്യബന്ധനത്തിന് ബോട്ടുമായി പോകുന്നതിന് മുൻപ് മാതാവിൻ്റെ ദേവാലയത്തിന് മുൻപിലെത്തി കുറേ നേരം പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടതിന് ശേഷമാണ് പോകാറുള്ളൂ. ദേവാലയത്തിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ വീട്ടിലേക്കുള്ളത്. അതിനാൽ മാസത്തിൽ 1-2 തവണയെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ഒരു 9 വർഷത്തോളം കാലമായി ഞാൻ മിക്ക ദിവസങ്ങളിലും ദേവാലയത്തിലും അല്ലെങ്കിൽ എൻ്റെ ജോലിയുടെ ഭാഗമായി ദേവാലയത്തിൻ്റെ മുൻപിലൂടെയെങ്കിലും കടന്നു പോകാറുണ്ട്. ഇവിടുത്തെ പ്രധാന വഴിപാട് നേർച്ചകളിൽ ഒന്നാണ് ചൂലുകൊണ്ട് ദേവാലയത്തിൻ്റെ മുറ്റം അടിക്കൽ. ഇതുവഴി നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തിത്തരും, രോഗങ്ങളും മറ്റും തുടച്ച് നീക്കപ്പെടും എന്നതാണ് വിശ്വാസം. ഇവിടെയാണ് അടിമ സമർപ്പണം. ഇതും ഒരു അത്ഭുത സാക്ഷ്യവുമായി ബന്ധപ്പെട്ടതാണ്. 1752 മെയ് 23 വല്ലാർപാടത്ത് തന്നെയുള്ള പള്ളിയിൽ വീട്ടിൽ തറവാട്ടിലെ ദേവു എന്ന് വിളിപ്പേരുള്ള മീനാക്ഷിയമ്മ കുഞ്ഞിന് ചോറൂണിന് വേണ്ടി, അന്ന് കൂടുതലും കായൽ മാർഗമുള്ള യാത്രയാണല്ലോ, മട്ടാഞ്ചേരിയിലെ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി രാമന്തുരത്തിനടുത്തുള്ള കപ്പൽച്ചാലിലെത്തിയപ്പോൾ ശക്തമായ കാറ്റിലും കോളിലും വഞ്ചി മറിഞ്ഞ് കായലിലേക്ക് താണുപോയി. ഇവരെ രക്ഷിക്കാനെന്നോണം നാട്ടുകാരൊക്കെ കൂടി കായലിൻ്റെ നാനാഭാഗത്ത് വലയെറിഞ്ഞെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. അന്നത്തെ വികാരിയായിരുന്ന ഫാദർ മിക്വേൽ കൊറോയ്ക്ക് മാതാവ് സ്വപ്നത്തിൽ നൽകിയ നിർദ്ദേശമനുസരിച്ച് 3-ാമത്തെ ദിവസം വലയെറിഞ്ഞ് പൊങ്ങിയപ്പോൾ മീനാക്ഷിയമ്മയും കുഞ്ഞും ജീവനോടെ അതിലിരിക്കുന്നുണ്ടായിരുന്നത്രേ. കരയിലേക്ക് ഇറങ്ങിയ മീനാക്ഷിയമ്മ കുഞ്ഞിനെയും വാരിയെടുത്ത് പള്ളിയിലേക്ക് ഓടിച്ചെന്നു. തന്നെയും കുഞ്ഞിനെയും രക്ഷിച്ചത് വല്ലാർപാടത്തമ്മയാണെന്ന് സാക്ഷ്യപ്പെടുത്തി ഇരുവരെയും സ്വയം മാതാവിന് അടിമകളാക്കി സമർപ്പിച്ചു. തുടർന്ന് ഇരുവരും സ്നാനം സ്വീകരിച്ച് ദേവാലയത്തിൽ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവാലയവും പരിസരവും വൃത്തിയാക്കിക്കൊണ്ട് ജീവിച്ചു. അവിടേക്കാണ് നിരവധി ഭക്തർക്കൊപ്പം സ്വരമോളും നമ്മളും അടിമ സമർപ്പിക്കുന്നതിന് വന്നിരിക്കുന്നത്. ഇവിടെ എത്തിയാൽ ഇതിൻ്റെ ചരിത്രരേഖകളൊക്കെ തന്നെ പല ചുവരുകളിലുമായി ആലേഖനം ചെയ്തു വച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് സഞ്ചാര കേന്ദ്രം കൂടി ആയതുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെയും വർദ്ധിപ്പിച്ചു വരികയാണ്. ഇവിടുത്തെ പ്രിയപ്പെട്ടവർക്കൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാം. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് താമസിച്ചാണ്. അടിമ സമർപ്പണം ഇനി 3:30 ഉള്ളൂ. സ്വരമുളയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരെ ഇന്ന് ദേവാലയത്തിൽ വെച്ച് കാണാനും സംസാരിക്കാനും ഇടയായി. അവർക്കൊക്കെ ഒപ്പം വിവിധ ജില്ലകളിൽ നിന്നും എത്തിയവരായിരുന്നു. ഇതാ കണ്ടില്ലേ, ഓടി വന്ന സ്വരമുളയെ വാരിയെടുത്ത്. ഇവർ തിരുവനന്തപുരത്ത് നിന്നും വന്ന നമ്മുടെ ഫാമിലിയാണ്. ഇത്രയൊക്കെ നേരമായില്ലേ, സ്വരമോൾക്ക് വിശക്കുന്നുണ്ട്. അടിമ സമർപ്പിക്കുന്ന ദേവാലയത്തിൻ്റെ ഉള്ളിലാണ് വാവകൾക്ക് പാപ്പ് പൂച്ചാനുള്ള നല്ല മനോഹരമായ ഇടമുള്ളത്. ഇവിടെ എന്നെയും ക്യാമറയും ചവിട്ടി പുറത്താക്കി. സ്വരമോൾക്ക് മാത്രമല്ല, ബിഷപ്പിൻ്റെ വിളികൾ നമ്മുടെ ഉള്ളിലും തുടങ്ങിയിട്ടുണ്ട്. ക്യാൻറ്റീൻ ഇവിടെ സെൽഫ് സർവീസാണ്. ആദ്യം പണമടച്ച് ടോക്കൺ എടുത്ത് ഭക്ഷണം വാങ്ങണം. ഇവിടെ ഞങ്ങൾക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉള്ളത്, ഫുഡ് കുറച്ചുകൂടിയൊക്കെ മെച്ചപ്പെടുത്താമായിരുന്നു. ആകെയുള്ളൊരു ക്യാൻറ്റീനല്ല ഉള്ളൂ. ദൂരെ നിന്നും വരുന്നവർ ഭക്ഷണം കരുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇന്ന് കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും ഒരാശ്വാസമാണ്. കുറച്ച് സമയം കൂടി വിശ്രമിച്ചതിന് ശേഷം അടിമ സമർപ്പണത്തിൻ്റെ സമയമായി. ഇവിടെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച് സ്വയം അടിമയായി മാതാവിൻ്റെ മുന്നിൽ സമർപ്പിക്കണം. ശേഷം നേർച്ചയും ഇട്ട് പ്രാർത്ഥിച്ച് മടങ്ങാം. വല്ലാർപാടം മാതാവിൻ്റെ അത്ഭുതങ്ങൾ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ഞാൻ പറഞ്ഞിടത്തൊന്നും എത്തിയിട്ടുമില്ല. ഇനിയുമുണ്ട് പറയാൻ ഒരുപാട് കാര്യങ്ങൾ. ഒരു വിശദമായ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അന്ന് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചില്ല. താല്പര്യമെങ്കിൽ
ഇനി ഒരിക്കൽ കൂടി ഇവിടുത്തെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഞങ്ങൾക്ക് താല്പര്യമേ ഉള്ളൂ. കൂടാതെ വല്ലാർപാടം ബസലിക്ക മാതാവിൻ്റെ വിശുദ്ധ കുർബാന ലൈവായിട്ട് പങ്കുചേരുന്നതിന് ലോകത്തിൻ്റെ എവിടെ നിന്നും യൂട്യൂബിൽ വല്ലാർപാടം ബസലിക്ക എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രാർത്ഥനയിൽ പങ്കുചേരാം. ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. പോയിട്ട് വന്നപ്പോൾ എല്ലാവരും വെള്ളം കുടിക്കാൻ ദാഹിച്ച്, അപ്പം അതുകൊണ്ട് ഒരു ചായ സർബത്തും ഉപ്പ് സോഡയൊക്കെ ആയിട്ട് ഇങ്ങനെ. നമുക്ക് പിന്നെ ഷുഗർ ഒക്കെ ഞാൻ മേടിക്കാം. നമ്മുടെ സ്വന്തം കടയിൽ നിന്ന് തന്നെ കുടിക്കണം. കുടിച്ചില്ലയോ? അയ്യോ, എനിക്ക് ഇതൊന്നും തന്നില്ലല്ലോ പറഞ്ഞിട്ട്. കടിയൊന്നും കൊടുത്തില്ലല്ലോ. ഈ ഏർപ്പാട് ശരിയല്ല കേട്ടോ. നിങ്ങളെല്ലാവരും തൊണ്ട നനയ്ക്കാൻ വേണ്ടി വെള്ളം കുടിച്ചപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്കുള്ളതാ. അപ്പൊ അവളും പാല് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ച്. അപ്പൊ കുഞ്ഞാവയ്ക്കുള്ള പാൽ റെഡിയാക്കണേണ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ യാത്രകളൊക്കെ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് യാത്ര പോകുമ്പോഴായാലും വരുമ്പോഴായാലും നമ്മുടെ തിരുഹൃദയ ദേവാലയത്തിൻ്റെ മുന്നിലെത്തി ഒരു തിരി കത്തിച്ചാലേ സമാധാനമാകുകയുള്ളൂ. ഇന്നത്തെ യാത്രയിൽ സ്വരമോൾക്കും ഞങ്ങൾക്കുമൊപ്പം പങ്കുചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. വല്ലാർപാടത്തമ്മയുടെ അനുഗ്രഹവും എല്ലാവരിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ. ഹാപ്പി ലൈഫ്.